ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഭിന്നശേഷിക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കും അവകാശ നിഷേധങ്ങൾക്കും ആവലാതികൾക്കുമെല്ലാം ആശ്വാസം പകരാൻ അവർക്കായി ആരംഭിച്ച നിയമസേവന ക്ലിനിക്കിന് സാധിക്കുമെന്ന ഉറപ്പ് അധികൃതർ ഉറപ്പുവരുത്തുന്നു. ഭിന്നശേഷിക്കാർ സമൂഹത്തിൽ നിന്നും പിന്തള്ളപ്പെടാൻ പാടുള്ളതല്ല എന്ന ബോധ്യത്തോടെയാണ് അവർക്കായി എല്ലാ സഹകരണവുമായി DLSAയും CRCയും രംഗത്തെത്തിയത്. അന്ധമായ കോൺഗ്രസ് വിരോധം മാറ്റിവെച്ച് BJPക്കെതിരായ പോരാട്ടത്തിൽ ഇടതുപക്ഷം തങ്ങൾക്കൊപ്പം ചേരണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മിഠായി തെരുവ് നവീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ജില്ലാ കളക്ടറും MLAയും മേയറും എത്തി. ഓണത്തിന് മുമ്പ് തന്നെ മിഠായി തെരുവ് ജനങ്ങൾക്ക് വിട്ടു നൽകും. രാജ്യത്തെ ആദ്യത്തെ നികൃഷ്ട സംഭവമാണ് ഗുജറാത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നടന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ക്വിറ്റ് ഇന്ത്യ പ്രഖ്യാപനത്തിന്റെ 75ാം വാർഷികം കോഴിക്കോട്. വിശദമായ വാർത്തകളിലേക്ക്. അന്ധമായ കോൺഗ്രസ് വിരോധം മാറ്റിവെച്ച് BJPക്കെതിരായ പോരാട്ടത്തിൽ ഇടതുപക്ഷം തങ്ങൾക്കൊപ്പം ചേരണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. ഗുജറാത്തിൽ രാജ്യസഭാ സീറ്റിൽ കോൺഗ്രസിനുണ്ടായ വിജയം ജനാധിപത്യ വിശ്വാസികൾക്ക് ആഹ്ലാദം പകരുന്നതാണ്. പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഒരു വർഷത്തെ പ്രചാരണ പരിപാടിക്ക് ഉടൻ തുടക്കം കുറിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് ആണോ BJP ആണോ അവരുടെ മുഖ്യ ശത്രു? പക്ഷെ അവരവസരം കിട്ടുമ്പോഴൊക്കെ കോൺഗ്രസ് കൊണ്ടുപോകാനാണ് ശ്രമിക്കാത്തത്. കോൺഗ്രസ് ശ്രമിക്കുന്നത് വ്യക്തമാണ്. ഉദാഹരണം വെസ്റ്റ് ബംഗാളിൽ ഞങ്ങളവിടെ എന്തായിരുന്നു CPMന്റെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വന്നാൽ ഞങ്ങൾക്ക് സീറ്റ് കൊടുത്ത് ഞങ്ങളുടെ പാർട്ടിക്ക് ഭൂരിപക്ഷം ഉണ്ടായിട്ടും ഞങ്ങൾ ഉള്ളതായിരുന്നു ഒരു രാജ്യസഭ സീറ്റ്. അത് ഒന്നരാഴ്ച കാത്തിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ അനൗൺസ് ചെയ്യാൻ പോലും. ഞങ്ങൾ ഗുണകാരമായ ശ്രമത്തിലാണ് കരുതുന്നത്. അക്കാര്യത്തിൽ ഞങ്ങൾ CPMന്റെ കൂടിയതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന TMC ആണ് കോൺഗ്രസ് സഹായിക്കാനായിട്ട്. നാട്ടിൽ സ്വാതന്ത്ര്യത്തോട് ജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഈ രാജ്യത്ത് സമരം ഉണ്ടായിരുന്നത്. കോൺഗ്രസ് ആ സമരം നയിച്ചു, നേടി, സ്വാതന്ത്ര്യം വാങ്ങിയെടുത്തു. പക്ഷേ ഇപ്പോൾ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനും അവർക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാനും സ്വാതന്ത്ര്യമില്ലാത്തൊരു നാടായിട്ട് ഈ നാടിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് മോഡിയും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയിട്ടുള്ള ശക്തമായ പോരാട്ടത്തിന് ഇന്ത്യയിലെ ജനങ്ങളെ കോൺഗ്രസിന്റെ പേരിൽ അണിനിരത്താനുള്ള പരിപാടികളാണ് വരുന്ന ഒരു വർഷക്കാലം കോൺഗ്രസ് ആഭ്യന്തരത്തിൽ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത്. മിഠായി തെരുവ് നവീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ജില്ലാ കളക്ടറും MLAയും മേയറും എത്തി. പ്രവർത്തികൾ ഭരണാധികാരികൾ പരിശോധിച്ചു. ഓണത്തിന് മുമ്പ് തന്നെ മിഠായി തെരുവ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്ന് കളക്ടർ പറഞ്ഞു. കോഴിക്കോട് മിഠായി തെരുവിൽ നടക്കുന്ന നവീകരണ പ്രവർത്തികൾ അവസാന ഘട്ടത്തിലാണ്. റോഡിൽ സ്റ്റോണുകൾ പാകുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. അവസാനഘട്ട പ്രവൃത്തികൾ പരിശോധിക്കാൻ ജില്ലാ കളക്ടർ UV ജോസും MLA ഡോക്ടർ MK മുനീറും മേയർ തോട്ടത്തിൽ രവീന്ദ്രനും മിഠായി തെരുവ് സന്ദർശിച്ചു. പ്രവൃത്തികൾ പരിശോധിച്ച് അഭിപ്രായങ്ങൾ ആരാഞ്ഞു. സ്റ്റോൺ വിരിക്കൽ കഴിഞ്ഞാലും വിളക്കുകാലുകളുടെ പണി ബാക്കിയുണ്ട്. എന്നാലും ഓണത്തിന് മുൻപ് പാത സഞ്ചാരയോഗ്യമാക്കി തുറന്നുകൊടുക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ഇതിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ നമ്മൾ ആ സ്ക്വയറിൻ്റെ നമ്മൾ ഇത് നോക്കിയറിയാം. ഈ ഒരു ഇത് നിങ്ങൾ ക്യാമറയിൽ നോക്കിയാൽ ഇപ്പോൾ SK പൊറ്റക്കാടിൻ്റെ ഈ പ്രതിമയുണ്ട്. അവിടെ നിന്നുള്ള ഒരു സ്ക്വയർ നമ്മൾ നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓണത്തിന് മുമ്പ് തന്നെ പറഞ്ഞ പോലെ തന്നെ തുറന്നു കൊടുക്കും. അതിനുശേഷം ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് ബാക്കി നിൽക്കുന്നു. അപ്പോൾ അത് ഒരു മാസം കൂടെ എടുക്കും അതിൻ്റെ ഒരു പൂർണ്ണമാകാൻ വേണ്ടി. പക്ഷേ ആൾക്കാർക്ക് നമുക്ക് ഓണത്തിന് മുമ്പ് തന്നെ തുറന്നു കൊടുക്കും. അല്ല, സ്ക്വയർ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ഫൈനൽ ഡിസൈൻ ഇപ്പോൾ ആക്കി വന്നതേ ഉള്ളൂ. ഭയങ്കര ഗംഭീരമാകും എന്നുള്ളതാണ്. അല്ല, സമയമൊന്നും എടുക്കുന്നില്ല. ഇതിനകത്ത് കൂടുതൽ സമയമൊന്നും എടുക്കുന്നില്ല. സമയം ഇതിനകത്ത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സമയത്തിനകത്ത് തന്നെ പൂർത്തിയാക്കും. മാറ്റണമെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് വന്നു കഴിഞ്ഞിട്ടേ മാറ്റുള്ളൂ. അത് അവസാനമേ മാറ്റുള്ളൂ. ലാസ്റ്റ്
നവീകരണ പ്രവർത്തികൾ അതിവേഗമാണ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയത്. വ്യാപാരികളുടെയും ജനങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണയോടെയാണ് മുൻകൂട്ടി നിശ്ചയിച്ച സമയത്ത് തന്നെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണതയിൽ എത്തുന്നത്. രാജ്യത്തെ ആദ്യത്തെ നികൃഷ്ട സംഭവമാണ് ഗുജറാത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നടന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. കോഴിക്കോട് ക്വിറ്റ് ഇന്ത്യ സ്മൃതി മാനവീയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് മുൻപൊരിക്കലുമില്ലാത്ത വിഷയങ്ങളാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്നത്. ഗുജറാത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJP ദേശീയ പ്രസിഡന്റ് നേരിട്ട് ക്യാമ്പ് ചെയ്ത് പണം കൊടുത്തും സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും വോട്ടർമാരെ കാലുമാറ്റാൻ നടത്തിയത് ആദ്യത്തെ നികൃഷ്ട സംഭവമാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് അമിത്ഷാ പ്രവർത്തിച്ചത്. എല്ലാം തങ്ങളുടെ വരുതിയിലാക്കി കോൺഗ്രസ് മുക്ത ഭാരതമുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഗുജറാത്തിൽ നടന്നത്. ഭാരതീയന് ഇന്ത്യയിൽ ജീവിക്കാൻ പേടിയില്ല എന്ന് പറയിക്കുന്ന കാലഘട്ടമായിരുന്നു കോൺഗ്രസിന്റെ ഭരണകാലഘട്ടം. 3 വർഷമായി സംഘപരിവാർ തേരോട്ടം എല്ലാ സീമകളും ലംഘിച്ച് മുന്നോട്ടു പോവുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് DCC ഓഡിറ്റോറിയത്തിൽ 1942 ഓഗസ്റ്റ് 8 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പാസാക്കിയ ക്വിറ്റ് ഇന്ത്യ പ്രഖ്യാപനത്തിന്റെ 75ാം വാർഷികം ക്വിറ്റ് ഇന്ത്യ സ്മൃതി മാനവീയം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പക്ഷേ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് ആഴ്ചകളോളം ക്യാമ്പ് ചെയ്ത് തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളുടെ കയ്യിലെ ആളുകളെ പണം കൊടുത്തും അധികാരത്തിന്റെ പ്രലോഭനം നൽകിയും ഭീഷണിപ്പെടുത്തിയും ബ്ലാക്ക്മെയിൽ ചെയ്തും വരുതിയിലാക്കി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തകർക്കാൻ പറ്റുമോ എന്ന് പരീക്ഷിക്കുന്ന ചരിത്രം ഇന്ത്യ കണ്ടത്, ഗുജറാത്തിലെ കണ്ടത് ആദ്യത്തെ സംഭവമാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നികൃഷ്ടമായ സംഭവമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയും. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ 3 കൊല്ലക്കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ആക്ഷേപം ഉന്നയിക്കുമ്പോഴൊക്കെ തന്നെ നമ്മളെ കുറിച്ച് പറയുന്നവർ പോലും, നമ്മളെ മോശമാക്കി പറയുന്നവർ പോലും ഇന്നലത്തെ ഗുജറാത്തിൽ നടന്ന സംഭവവികാസങ്ങൾ കണ്ട്. DCC പ്രസിഡന്റ് T സിദ്ദിഖ് അധ്യക്ഷനായിരുന്നു. MPമാരായ MK രാഘവൻ, MI ഷാനവാസ്, KPCC ജനറൽ സെക്രട്ടറിമാരായ PM സുരേഷ് ബാബു, N സുബ്രഹ്മണ്യൻ, KP അനിൽകുമാർ, P ശങ്കരൻ, മുൻ DCC പ്രസിഡന്റുമാരായ KC അബു, വീരാൻ കോയ, KPCC സെക്രട്ടറി പ്രവീൺ കുമാർ, KSU സംസ്ഥാന പ്രസിഡന്റ് അഭിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വലിയങ്ങാടി യൂണിറ്റ് ദേശീയ വ്യാപാരി ദിനം ആചരിച്ചു. ചെറുട്ടി റോഡ് കാനറ ബാങ്കിനു മുന്നിൽ സംസ്ഥാന പ്രസിഡന്റ് T നസ്രുദ്ദീൻ പതാക ഉയർത്തി. തുടർന്ന് പായസ വിതരണവും നടന്നു. വ്യാപാരികൾ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് മനസ്സിലാക്കുവാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ഉത്ബോധിപ്പിക്കുവാനും വ്യാപാരി കൂട്ടായ്മയിലൂടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന കച്ചവടക്കാർക്ക് അഭിമാനിക്കാനുമായാണ് ഓഗസ്റ്റ് 9 നാഷണൽ ട്രേഡേഴ്സ് ഡേ ആയി ആചരിക്കുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി ചെറുട്ടി റോഡിൽ കനറ ബാങ്കിന് സമീപം സംഘടനയുടെ നേതൃത്വത്തിൽ ജില്ലാ നേതാക്കളുടെ സാന്നിധ്യത്തിൽ KVVES സംസ്ഥാന പ്രസിഡന്റ് T നസ്രുദ്ദീൻ പതാക ഉയർത്തി സന്ദേശം നൽകി. ഇതിനോടനുബന്ധിച്ച് പായസ വിതരണവും നടത്തി. സംസ്ഥാന സെക്രട്ടറി K സേതുമാധവൻ ആശംസാ പ്രസംഗം നടത്തി. വൈസ് പ്രസിഡന്റ് CM ഷാജു അധ്യക്ഷനായിരുന്നു. ജോസഫ് വലപ്പാട്ട്, നാസർ VP എന്നിവരും സംസാരിച്ചു. മാലിന്യമുക്ത വലിയങ്ങാടി എന്ന ആശയത്തിന്റെ ഭാഗമായി മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയമായ പരിഹാരം കണ്ടെത്തി ചർച്ചയിലൂടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി തുടർന്ന് കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന് കോർപ്പറേഷൻ അധികാരികളോടും വ്യാപാരി ദിനത്തിൽ കച്ചവടക്കാർ ആവശ്യപ്പെട്ടു. ഇനിയൊരു ഇടവേള. I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur, Bobby Chemanur International Jewelers. ഹലോ, യെസ്, ഈ കാറ് ഞങ്ങൾക്ക് ഇഷ്ടമായി. ഇതിന്റെ വില എത്രയാ? ഫ്രീ ആണ്. ശരിക്കും ഫ്രീയാ? ഓണമല്ലേ, ഇത് മാത്രമല്ല, 30 കാറ്, 30 സ്കൂട്ടർ, 30 TV, അങ്ങനെയെല്ലാം ഫ്രീ ആണ്. ചേട്ടാ, ഞാനെന്നാ സുമേച്ചിനെ അനുപേട്ടനെ ചിറ്റനെ ഒക്കെ വിളിച്ച് പറയട്ടെ. കീ തന്നോളൂ. കീ കിട്ടണമെങ്കിൽ കല്യാൺ സിൽക്സിൽ പോകണം. കല്യാൺ സിൽക്സ് ഓണക്കോടിക്കൊപ്പം 1.5 കോടിയും ദിവസേന നേടൂ. കാർ, സ്കൂട്ടർ, TV, AC, ടാബ്ലറ്റ്, സ്മാർട്ട് ഫോൺ കൂടാതെ ഗിഫ്റ്റ് വൗച്ചറുകളും. അങ്ങനെ 1.5 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓണക്കോടിക്കൊപ്പം 1.5 കോടി. കല്യാൺ സിൽക്സ്.
മർമ്മസൂത്രം ആയുർവേദ സിദ്ധ മർമ്മ വൈദ്യശാല. രോഗശമനത്തിനൊപ്പം ആരോഗ്യവും ആത്മവിശ്വാസവും. വെറും ലക്ഷണങ്ങൾ നോക്കിയല്ല, ശരീരമാസകലം വേദനയുടെ കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അസഹ്യനമായ പഴക്കം ചെന്ന വിട്ടുമാറാത്ത ശരീര സന്ധിവേദനകൾക്ക് ശാശ്വത പരിഹാരം. കഴുത്ത്, നട്ടെല്ല്, ഇടുപ്പ്, കൈകാൽ മുട്ടുകളിലെ വേദന, വീക്കം, എല്ല് തേയ്മാനം, മസ്തിഷ്കാഘാതം മൂലം വരുന്ന തളർച്ച, ബലക്ഷയം, നാഡിഞരമ്പ് കൊടുങ്ങൽ, മൈഗ്രെയിൻ, കലശലായ തലവേദന, നിരന്തരമുള്ള വയറുവേദന, ക്യാൻസർ മൂലമുള്ള വേദന എന്നിവയ്ക്ക് കേരളത്തിലെ ആദ്യത്തെ പെയിൻ റിലീഫ് ക്ലിനിക് മർമ്മസൂത്രം. മർമ്മമറിഞ്ഞ ചികിത്സ. പുതിയ നിരത്ത്, എലത്തൂർ, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി വിളിക്കൂ 04952460 or 9895151601. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് 10,000 രൂപ നിക്ഷേപിക്കുമ്പോൾ 1 വർഷം കഴിഞ്ഞ് നിക്ഷേപമുള്ള കാലം വരെയും 5 ലക്ഷം രൂപ വരെയുള്ള ക്യാൻസർ ചികിത്സ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാൻസർ ആശുപത്രികളിൽ ഒന്നായ MVR ക്യാൻസർ സെന്റർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സൗജന്യമായി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9446383311. കല്യാണത്തിന്റെ സ്റ്റേജ് ഡെക്കോർ ഈ പെയിന്റിംഗ് പോലെ ചെയ്താ എത്ര നന്നായിരിക്കും അല്ലേ? വെഡിംഗ് പ്ലാനർ അത് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ഓൾ ലൈക്ഡ് ഇറ്റ്. ഏയ്, എന്റെ ഒരു പിക്ചറെങ്കിലും എക്സാക്ട്ലി മുന്താസിനെ പോലെ വേണം. വി ഓൾറെഡി ഹാവ് എ പ്ലാൻ. അമ്മേ, കല്യാണത്തിന് ഇടാണ്ട ഇതുപോലത്തെ ജ്വല്ലറി നന്നാവും. കല്യാണത്തിന് വേണ്ട എല്ലാ ജ്വല്ലറിയും മീനാൻഡി ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് റിയലി വെരി നൈസ്. അതല്ല, ഇതാ. Weddings for every Indian bride. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി കോഴിക്കോടും കോമ്പസിറ്റ് റീജിയണൽ സെന്ററും സംയുക്തമായി സഹകരിച്ച് ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക നിയമ സേവന ക്ലിനിക് ആരംഭിച്ചു. പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം മെഡിക്കൽ കോളേജ് ഇംഹാൻ സെമിനാർ ഹാളിൽ ജില്ലാ ജഡ്ജ് MR അനിത നിർവഹിച്ചു. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി കോഴിക്കോട് കോമ്പസിറ്റ് റീജിയണൽ സെന്ററുമായി സഹകരിച്ചുകൊണ്ട് ഭിന്നശേഷിക്കാർക്ക് മാത്രമായി പ്രത്യേക നിയമ സേവന ക്ലിനിക്ക് ആരംഭിച്ചു. മാസത്തിലൊരിക്കൽ CRCയിൽ വെച്ചായിരിക്കും ഈ പ്രത്യേക ക്ലിനിക്ക് സംഘടിപ്പിക്കുന്നത്. ഭിന്നശേഷിക്കാർ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളായ അവകാശ നിഷേധങ്ങൾ, ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കൽ, ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കളുടെ ആവലാതികൾ തുടങ്ങി ഇത്തരം കുടുംബങ്ങൾ അഭിമുഖീകരിക്കുന്ന ഭിന്നശേഷിയുമായി നേരിട്ട് ബന്ധമില്ലാത്ത സ്വത്ത് പ്രശ്നങ്ങളിലോ വഴിതർക്കങ്ങളിലോ വരെ നിയമോപദേശങ്ങളും സേവനങ്ങളും ആവശ്യമെങ്കിൽ അഭിഭാഷകന്റെ സേവനങ്ങൾ വരെയും സൗജന്യമായി ഈ നിയമ സേവന ക്ലിനിക്കിലൂടെ നൽകപ്പെടുന്നു. ഈ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഇംഹാൻ സെമിനാർ ഹാളിൽ ജില്ലാ ജഡ്ജ് MR അനിത നിർവഹിച്ചു. CRC ഡയറക്ടർ ഡോക്ടർ KN റോഷൻ ബിജ്ലി അധ്യക്ഷനായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ ഓണറ്റി ഡയറക്ടർ K സുരേഷ് കുമാർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ഭൂരിപക്ഷ പ്രദേശങ്ങളിലും അത് ഒരു കടലാസിന് മാത്രമുള്ള സാധനം അറിയേണ്ടവർ അറിയുന്നില്ല. അപ്പോൾ ഇത്തരം ഒരു ലീഗൽ ക്ലിനിക്കിൻ്റെ ഒരു പ്രാധാന്യം ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഇവിടെ വന്ന് ഇത്തരം കാര്യങ്ങളിൽ ക്രമേണ കൂടുതൽ ആൾക്കാർ ഇതിൻ്റെ ഒരു സേവനം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ കൃത്യമായിട്ട് ഇത്തരം നിയമങ്ങൾ നടപ്പിലുണ്ടെന്നും അതനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്നുള്ളൊരു ഒരു സമൂഹത്തിൽ അതിൻ്റെ ഒരു അവബോധം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇംഹാൻസ് ഡയറക്ടർ ഡോക്ടർ P കൃഷ്ണകുമാർ, ജില്ലാ പ്രോഗ്രാം ഓഫീസർ AK അബ്ദുൽ ഹക്കീം, റീഹാബിലിറ്റേഷൻ ഓഫീസർ ഗോപിരാജ് PV, ബിനോയ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ലോക തദ്ദേശീയ ജനതയുടെ 10ാമത് അന്തർദേശീയ ദിനാഘോഷം ചേവായൂർ കിർത്താഡ്സിൽ നടന്നു. ബൊമ്മൻ വൈദ്യർ ഉദ്ഘാടനം നിർവഹിച്ചു. ലോക തദ്ദേശീയ ജനതയുടെ 10ാമത് അന്തർദേശീയ ദിനാഘോഷം ചേവായൂർ കിർത്താഡ്സിൽ നടന്നു. ആഘോഷ പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം ബൊമ്മൻ വൈദ്യർ നിർവഹിച്ചു. ചടങ്ങിൽ അദ്ദേഹത്തെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. കാര്യങ്ങൾ സ്വാതന്ത്ര്യത്തിൽ തിരുപ്പതിക്കാരനൊക്കെയാണ് എന്നിട്ട് മൂന്ന് സാധനമാകുന്ന ഇതായി മുട്ടാക്കില്ലേ കോഴിക്കോട് എത്രക്കാലത്ത് എല്ലാ ഫോട്ടോ തന്നില്ല എന്നിട്ട് എന്ത് കണ്ടെന്നല്ലേ
വിഷയങ്ങളാണ് കളി. ഈ ടൂ വീലറിൽ 1000 കണ്ണാണ്. വിഭവങ്ങളുടെ അന്യവൽക്കരണം കേരളത്തിലെ പട്ടികവർഗ സമുദായങ്ങൾക്കിടയിൽ എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മവും ചടങ്ങിൽ നടന്നു. ഫിനാൻസ് ഓഫീസർ രാജൻ MK അധ്യക്ഷനായിരുന്നു. ഡോക്ടർ പ്രദീപ് കുമാർ KS, രഘു, കുമാരി, ശാന്തി, അട്ടപ്പാടി മണി, ബാലൻ, ലീലാവതി, ദീപ തുടങ്ങിയവർ പങ്കെടുത്തു. റേഷൻ കാർഡിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് സപ്ലൈ ഓഫീസ് ഉപരോധിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി T. ബാബു അങ്കമാലി ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം വിതരണം ചെയ്ത റേഷൻ കാർഡിലെ അപാകതകൾ പരിഹരിക്കുക, വിതരണം ഉടൻ പൂർത്തീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ജില്ലാ സപ്ലൈ ഓഫീസിനു മുന്നിൽ ഉപരോധ സമരം നടത്തി. പഴയ BPL കാർഡിൽ ഉൾപ്പെട്ടിരുന്ന തൊഴിലാളികളും തീരദേശ മേഖലയിൽ ഉൾപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരും കർഷക തൊഴിലാളികളും മുൻഗണനാ പട്ടികയിലുള്ള വെള്ളക്കാർഡിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. ഈ നിയമം നടപ്പിലാക്കിയ UPA സർക്കാർ മാനദണ്ഡമായി വെച്ചിരുന്ന 1000 ചതുരശ്ര അടി വീടോ 4 ചക്ര വാഹനമോ 1 ഏക്കർ ഭൂമിയോ 25,000 രൂപ മാസവരുമാനമോ ഉള്ള ആളെ ഒഴിവാക്കിയ രീതി വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ ഇത് പരിഹരിക്കാൻ സർക്കാർ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കണമെന്നും കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി T. ബാബു അങ്കമാലി ആവശ്യപ്പെട്ടു. ഉപരോധ സമരത്തിന് ജില്ലാ പ്രസിഡന്റ് മാത്യു പേഴത്തിങ്കൽ, മനോജ് കൊടേരി, വിജയൻ ചാത്തോത്ത്, ശ്രീധരൻ വാളക്കയം, TMK കല്ലൻ, അഡ്വക്കേറ്റ് PA സണ്ണി, ജിജി നല്ലുവേലി, CK ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കൊച്ചിയുടെയും PVS ഹോസ്പിറ്റൽ കോഴിക്കോടിന്റെയും ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ സൗജന്യ ഹൃദ്രോഗ ശസ്ത്രക്രിയ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 13-ന് PVS ആശുപത്രിയിലാണ് ക്യാമ്പ് നടക്കുക എന്ന് സംഘാടകർ പറഞ്ഞു. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കൊച്ചിയുടെയും PVS ഹോസ്പിറ്റൽ കോഴിക്കോടിന്റെയും ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ സൗജന്യ ഹൃദ്രോഗ ശസ്ത്രക്രിയ നിർണയ ക്യാമ്പ് ഈ മാസം 13-ാം തീയതി PVS ഹോസ്പിറ്റൽ കോഴിക്കോട് വെച്ച് നടത്തപ്പെടുന്നു. ഹൃദ്രോഗമുള്ളതോ ഹൃദ്രോഗം വരാൻ സാധ്യതയുള്ളതോ ആയ 18 വയസ്സ് താഴെയുള്ള കുട്ടികളെയാണ് ഈ ക്യാമ്പ് ലക്ഷ്യമിടുന്നത്. ഹൃദ്രോഗമുള്ള കുട്ടികൾക്ക് ആവശ്യാനുസരണം ഇക്കോ കാർഡിയോഗ്രാഫ് അടക്കമുള്ള വിദഗ്ധമായ പരിശോധനകൾ, ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ കൗൺസിലിംഗ് എന്നിവ ക്യാമ്പിൽ വെച്ച് നടത്തുന്നതാണ്. ഹൃദയ ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് കാണപ്പെടുന്ന നിർധനരായ കുട്ടികളുടെ ശസ്ത്രക്രിയ സൗജന്യമായി അമൃത ആശുപത്രിയിൽ വെച്ച് നടത്തിക്കൊടുക്കുന്നതായിരിക്കും. PVS ആശുപത്രിയിൽ വെച്ചിട്ട് ഈ വരുന്ന ഞായറാഴ്ച, അതാണ് ഓഗസ്റ്റ് 13 ഞായറാഴ്ച രാവിലെ 9 തൊട്ട് 1 മണി വരെയാണ് നമ്മൾ ക്യാമ്പ് നടത്തുക. അതിൽ വരുന്ന കുട്ടികളിൽ അർഹതപ്പെട്ടവരെ കണ്ടുപിടിച്ചു, കാരണം അതിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാനാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതിൽ വരുന്ന കുട്ടികളെ, സാമ്പത്തികമായി പിന്നോക്കമുള്ള കുട്ടികളെ, അർഹതപ്പെട്ട് ചികിത്സ വേണ്ടി വരുന്ന കുട്ടികളെ ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്യാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അമൃത ആശുപത്രിയുടെ പീഡിയാട്രിക് കാർഡിയോളജി OP സ്ഥിരമായി കോഴിക്കോട് PVS ആശുപത്രിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അമൃത ആശുപത്രിയിലെ പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ രേണു P. കുറുപ്പ്, ഡോക്ടർ രമാദേവി എന്നിവരുടെ സേവനങ്ങൾ ശസ്ത്രക്രിയ കഴിഞ്ഞു വരുന്ന കുട്ടികൾക്ക് PVS ആശുപത്രിയുടെ OPയിൽ തുടർന്നും ലഭ്യമാണ്. ക്യാമ്പിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യുവാൻ വിളിക്കേണ്ട നമ്പർ 9567310564. ഡോക്ടർ രേണു P. കുറുപ്പ്, ഡോക്ടർ രമാദേവി, വേണു താമരശ്ശേരി, അഡ്വക്കേറ്റ് PK ശ്രീധരൻ നായർ, സുമേഷ് പ്രസാദ് N. നായർ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. വാർത്തകളിൽ ഒരിടവേള കൂടി. All I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur, Bobby Chemanur International Jewelers. ഹലോ, യെസ്, ഈ കാറ് ഞങ്ങൾ ഇഷ്ടമായി. ഇതിന്റെ വില എത്രയാ? ഫ്രീ ആണ്. ശരിക്കും ഫ്രീയാ? ഓണമല്ലേ, ഇത് മാത്രമല്ല, 30 കാറ്, 30 സ്കൂട്ടർ, 30 TV, അങ്ങനെയെല്ലാം ഫ്രീ ആണ്. ചേട്ടാ, ഞാനെന്നാ സുമേച്ചിനെ അനുപേട്ടനെ ചിറ്റനൊക്കെ വിളിച്ചു പറയട്ടെ. കീ കിട്ടണമെങ്കിൽ കല്യാൺ സിൽക്സിൽ പോകണം. കല്യാൺ സിൽക്സ് ഓണക്കോടിക്കൊപ്പം 1.5 കോടിയും. ദിവസേന നേടൂ കാർ, സ്കൂട്ടർ, TV, AC, ടാബ്ലറ്റ്, സ്മാർട്ട് ഫോൺ കൂടാതെ ഗിഫ്റ്റ് വൗച്ചറുകളും. അങ്ങനെ 1.5 കോടി രൂപയുടെ സമ്മാനങ്ങൾ.
ഓണക്കോടിക്കൊപ്പം 1.5 കോടി. കല്യാൺ സിൽക്സ്. മർമ്മസൂത്രം ആയുർവേദ സിദ്ധ മർമ്മ വൈദ്യശാല രോഗശമനത്തിനൊപ്പം ആരോഗ്യവും ആത്മവിശ്വാസവും. വെറും ലക്ഷണങ്ങൾ നോക്കിയല്ല, ശരീരമാസകലം വേദനയുടെ കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അസഹ്യനമായ പഴക്കം ചെന്ന വിട്ടുമാറാത്ത ശരീര സന്ധിവേദനകൾക്ക് ശാശ്വത പരിഹാരം. കഴുത്ത്, നട്ടെല്ല്, ഇടുപ്പ്, കൈകാൽ മുട്ടുകളിലെ വേദന, വീക്കം, എല്ല് തേയ്മാനം, മസ്തിഷ്കാഘാതം മൂലം വരുന്ന തളർച്ച, ബലക്ഷയം, നാഡിഞരമ്പ് കൊടുങ്ങൽ, മൈഗ്രെയിൻ, കലശലായ തലവേദന, നിരന്തരമുള്ള വയറുവേദന, ക്യാൻസർ മൂലമുള്ള വേദന എന്നിവയ്ക്ക് കേരളത്തിലെ ആദ്യത്തെ പെയിൻ റിലീഫ് ക്ലിനിക് മർമ്മസൂത്രം. മർമ്മമറിഞ്ഞ ചികിത്സ. പുതിയ നിരത്ത്, എലത്തൂർ, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി വിളിക്കൂ 04952460 or 9895151601. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് 10,000 രൂപ നിക്ഷേപിക്കുമ്പോൾ 1 വർഷം കഴിഞ്ഞ് നിക്ഷേപമുള്ള കാലം വരെയും 5 ലക്ഷം രൂപ വരെയുള്ള ക്യാൻസർ ചികിത്സ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാൻസർ ആശുപത്രികളിൽ ഒന്നായ MVR ക്യാൻസർ സെന്റർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സൗജന്യമായി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9446383311. വാർത്തകൾ തുടരുന്നു. മോട്ടോർ എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി മീനത്ത് മൊയ്തു സാഹിബ് അനുസ്മരണം നടത്തി. STU സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണികുളം ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി മീനത്ത് മൊയ്തു സാഹിബ് അനുസ്മരണം നടത്തി. ഇൻഡോർ സ്റ്റേഡിയത്തിൽ STU സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണികുളം ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ പ്രവർത്തനവും ട്രേഡ് യൂണിയൻ പ്രവർത്തനവും തമ്മിലുള്ള വ്യത്യാസം, ട്രേഡ് യൂണിയൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിനൊരു വിശ്രമം ഒരിക്കലും ഉണ്ടായിക്കൂടാ. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സാധാരണ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതികൂലമായി ബാധിക്കുകയും പ്രവർത്തനത്തിന് തന്നെ വളരെ തടസ്സം ചിന്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകരും നേതാവുമാണ് മീനത്ത് മൊയ്തു സാഹിബ്. STU സംസ്ഥാന വൈസ് പ്രസിഡന്റ് U പോക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മോട്ടോർ എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് TV അബൂബക്കർ കോയ അധ്യക്ഷനായിരുന്നു. വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളായ PP കണ്ണൻ, സേതുമാധവൻ, PK നാസർ, പരമേശ്വരൻ, മോട്ടോർ എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ഭാരവാഹികളായ സലീം നരുക്കിനി, UA അബ്ദുൽ ഗഫൂർ, AK തങ്ങൾ, വേളാട്ട് അഹമ്മദ് മാസ്റ്റർ, അബ്ദുൽ നാസർ എന്നിവരും സംസാരിച്ചു. ജാഫർ സക്കീർ, A മൂസക്കോയ ഹാജി, TPM തങ്ങൾ, MK കോയ, RK മൊയ്തീൻ കോയ, AT അബു, PC മുഹമ്മദ്, UP മുഹമ്മദ്, MKC ബഷീർ എന്നിവർ നേതൃത്വം നൽകി. പാചകവാതക സിലിണ്ടറിനെ സബ്സിഡി എടുത്തുകളഞ്ഞതിൽ പ്രതിഷേധിച്ച് സിലിണ്ടറിൽ റീത്ത് സമർപ്പിച്ച് വനിതകൾ പ്രതിഷേധിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി MK ഗീത ഉദ്ഘാടനം ചെയ്തു. പാചകവാതക സിലിണ്ടറിന്റെ സബ്സിഡി എടുത്തു കളഞ്ഞതിനെതിരെ സിലിണ്ടറിൽ റീത്ത് സമർപ്പിച്ച് സ്ത്രീകൾ പ്രതിഷേധ സമരം നടത്തി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ടൗൺ ഏരിയ കമ്മിറ്റി നേതൃത്വത്തിലാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ സബ്സിഡി നഷ്ടപ്പെടുന്ന പാചകവാതക സിലിണ്ടറിന് ആദരാഞ്ജലികൾ എന്ന മുദ്രാവാക്യമുയർത്തി പരിപാടി സംഘടിപ്പിച്ചത്. മുഫീസിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ കൂട്ടായ്മയിൽ 100 കണക്കിന് പേർ പങ്കാളികളായി. ജില്ലാ സെക്രട്ടറി MK ഗീത ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ജനങ്ങളുടെ മുന്നിൽ ഒരു മാനിഫെസ്റ്റോ വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓരോ സമയത്തും ലംഘിച്ചും കൊണ്ടാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 3 വർഷം പിന്നിട്ടപ്പോൾ ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തുള്ള ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ്. അനുദിനം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും ഇല്ലാതാക്കുന്ന സമീപനമാണ് BJPയുടെ ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ P തങ്കം അധ്യക്ഷയായി. MM പത്മാവതി, ജാനമ്മ കുഞ്ഞുണ്ണി, V പ്രസന്ന എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി KT സജിത സ്വാഗതവും P വിജയകുമാരി നന്ദിയും പറഞ്ഞു. ബിസിനസ് വാർത്തകൾ. ലൈംഗിക പ്രശ്നങ്ങൾക്ക് ഏറ്റവും മികച്ച ആധുനിക ചികിത്സാ രീതി ഉറപ്പുവരുത്തി 10 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ ക്ലിനിക് പ്രവർത്തനം തുടരുന്നു. കുന്ദമംഗലം പന്തീർപ്പാടത്ത് പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ ഡോക്ടർ അജയൻ വർഗീസിന്റെ നേതൃത്വത്തിലാണ് ചികിത്സകൾ നടക്കുന്നത്. ലൈംഗിക പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരവുമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ ISRM പ്രവർത്തനം തുടരുന്നു. കുന്നമംഗലം വയനാട് റോഡിലെ പന്തീർപ്പാടത്ത് കഴിഞ്ഞ 10 വർഷത്തെ സേവന പാരമ്പര്യവുമായി ലൈംഗിക പ്രശ്നങ്ങൾക്ക് ഏറ്റവും പുതിയ നൂതന ചികിത്സാ രീതിയാണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. വന്ധ്യത ചികിത്സാരംഗത്ത് ഏറ്റവും സുരക്ഷിതവും ചിലവ് കുറഞ്ഞതുമായ ഇൻട്രായൂട്രൈൻ ഇൻസൈമിനേഷൻ എന്ന ചികിത്സാരീതിയും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഡോക്ടർ അജയൻ വർഗീസിന്റെ നേതൃത്വത്തിലാണ് ചികിത്സകൾ നടക്കുന്നത്.
ശീഘ്രസ്ഖലനം, ശേഷിക്കുറവ്, താല്പര്യമില്ലായ്മ, ലൈംഗിക വൈകൃതങ്ങൾ ഇവയെല്ലാം ഞങ്ങളിവിടെ ചികിത്സിക്കുന്നുണ്ട്. ഇതുകൂടാതെ വന്ധ്യതാ പ്രശ്നങ്ങളും സ്ത്രീകൾക്കാകട്ടെ പുരുഷന്മാർക്കാകട്ടെ ഉണ്ടാകുന്ന ലൈംഗിക വന്ധ്യതാ പ്രശ്നങ്ങളും ഇവിടെ ചികിത്സയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ശേഷിക്കുറവ്, സ്ത്രീകസ്ഖലനം, ലൈംഗിക പരാജയം, ലൈംഗിക വൈകൃതങ്ങൾ, ഇണയെ സംശയിക്കൽ തുടങ്ങി എല്ലാവിധ ലൈംഗിക പ്രശ്നങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ ഇവിടെ ഉറപ്പുവരുത്തുന്നു. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വന്ധ്യതാ പ്രശ്നങ്ങൾക്കും ഉത്തമ പരിഹാരം ISRMൽ ലഭ്യമാണ്. ലൈംഗിക പ്രശ്നങ്ങളുമായി എത്തുന്ന നിരവധി പേർക്ക് ആശ്വാസം പകരാൻ ISRMന് സാധിച്ചിട്ടുണ്ട്. രോഗികളിൽ കണ്ടുവരുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, ലൈംഗിക പ്രശ്നങ്ങൾ ഓരോരോ അവസ്ഥയ്ക്കനുസരിച്ച് അവരുടെ പരിശോധനകൾ നടത്തി കാരണം കണ്ടുപിടിച്ച് വ്യക്തമായ ചികിത്സ നൽകുവാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഇംഗ്ലീഷ് സംവിധാനമാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത്. ആയുർവേദ, ഹോമിയോ, യുനാനി ഇത്തരം ചികിത്സകളിലായിരുന്നു ഇതുവരെ ലൈംഗിക ചികിത്സകൾ മുഖ്യമായും നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഞങ്ങൾ ഈ സ്ഥാപനം ആരംഭിച്ചതിന് ശേഷം വളരെയധികം രോഗികൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഗുണമേന്മകൾ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി ഇവിടെ എത്തിപ്പെടുന്നുണ്ട്. ISRM, വയനാട് റോഡ്, പന്തീർപ്പാടം, കുന്നമംഗലം. ഫോൺ 9387694049. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്ധമായ കോൺഗ്രസ് വിരോധം മാറ്റിവെച്ച് BJPക്കെതിരായ പോരാട്ടത്തിൽ ഇടതുപക്ഷം തങ്ങൾക്കൊപ്പം ചേരണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മിഠായി തെരുവ് നവീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ജില്ലാ കളക്ടറും MLAയും മേയറും എത്തി. ഓണത്തിന് മുമ്പ് തന്നെ മിഠായി തെരുവ് ജനങ്ങൾക്ക് വിട്ടു നൽകും. രാജ്യത്തെ ആദ്യത്തെ നികൃഷ്ട സംഭവമാണ് ഗുജറാത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നടന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ക്വിറ്റ് ഇന്ത്യ പ്രഖ്യാപനത്തിന്റെ 75ാം വാർഷികം കോഴിക്കോട്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.